നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കരളിനെ കുറിച്ചും വൃക്കയെ കുറിച്ചുമാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെയാണ് PSC മിക്കവാറും ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കരളിനെ കുറിച്ചുള്ള ക്ലാസ് ആദ്യമേ ചെയ്യാം. അപ്പോൾ കരളിനെ കുറിച്ചുള്ള സ്റ്റഡി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കരളിനെ കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹെപ്പറ്റോളജി എന്നാണ് കേട്ടോ. ഹെപ്പറ്റോളജി എന്നാണ് കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അപ്പോൾ ഹെപ്പറ്റിക് എന്നൊക്കെ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഓർക്കേണ്ടത് എന്താണ്? ഇത് കരളിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണെന്നാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അതും കരള് തന്നെയാണ് കേട്ടോ. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? അത് നമ്മുടെ ത്വക്കാണ്, അതായത് നമ്മുടെ സ്കിന്നാണ് കേട്ടോ. കരളിന്റെ ശരാശരി ഭാരം എത്രയാണ്? 1500 ഗ്രാമാണ് കരളിന്റെ ശരാശരി ഭാരം. നമ്മുടെ ശരീരത്തില് റീഗ്രോത്ത് കേപ്പബിൾ ആയിട്ടുള്ള ഒരു അവയവമാണ് എന്ത്? അതായത് പുനരുജ്ജീവനം സാധ്യമായിട്ടുള്ള ഒരു അവയവമാണ് എന്ത്? കരള്. അതായത് ഒരു ഭാഗം മുറിഞ്ഞു പോയാൽ പിന്നെയും അതിന് വളർന്ന് അതിന്റെ പൂർവ്വസ്ഥിതിയിലോട്ട് ആവാൻ അതിന് സാധിക്കും. മനുഷ്യ ശരീരത്തിലെ കെമിക്കൽ ലാബ് എന്ന് അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? കരളാണ്. നമ്മുടെ കരള് എവിടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് അതിന്റെ പൊസിഷൻ? നമ്മുടെ ഉദരാശയത്തിലാണ്. അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് നമ്മുടെ കരള് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരള് ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് എന്ത്? എന്താണ്? പിത്തരസമാണ് കേട്ടോ. പിത്തരസം, അതായത് ബൈൽ ജ്യൂസ്. ഈ പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു അറയാണ് എന്ത്? പിത്തസഞ്ചി, അതായത് ഗാൾ ബ്ലാഡർ എന്ന് പറയപ്പെടും. അപ്പോൾ ഈ പിത്തരസം എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ ദഹനത്തിനാണ് പിത്തരസം സഹായിക്കുന്നത്. നമ്മൾ ദഹനാവസ്ഥ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പിത്തരസത്തിൽ കാണപ്പെടുന്ന 2 വർണ്ണകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബിലിറൂബിനും ബിലിവെർബിനും. അപ്പോൾ ഈ ബിലിറൂബിന് നമ്മുടെ രക്തത്തിൽ കലർന്നാൽ ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? മഞ്ഞപ്പിത്തം എന്നറിയപ്പെടുന്നത് കേട്ടോ. മഞ്ഞപ്പിത്തം എന്താണ്? ബിലിറൂബിൻ എന്ന വർണ്ണകം നമ്മുടെ രക്തത്തിൽ കലരുമ്പോൾ വരുന്ന അസുഖമാണ് മഞ്ഞപ്പിത്തം, അതായത് ജോണ്ടിസ്. അപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞിരുന്നു, മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാലയാണ്, ലബോറട്ടറിയാണ് എന്ത്? നമ്മുടെ കരളെന്ന് പറയുന്നത്. അപ്പൊ ഈ കരളിൽ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് കെമിക്കൽസ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതില് ഒരെണ്ണമാണ് എന്ത്? യൂറിയ. അപ്പൊ അത് യൂറിയ എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രോട്ടീൻസ് കഴിച്ച പ്രോട്ടീൻസിനെ എല്ലാം കൂടെ ബ്രേക്ക് ചെയ്ത് അമീനോ ആസിഡായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ അമീനോ ആസിഡ് നമ്മുടെ കോശങ്ങൾ വലിച്ചെടുത്തിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന അമീനോ ആസിഡ് എന്ത് ചെയ്യും? അപ്പോൾ ആ അമീനോ ആസിഡ്, ബാക്കി വന്ന അമീനോ ആസിഡ് ഉപചയം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ അമോണിയ ഉണ്ടാവും കേട്ടോ. അമോണിയ ഉണ്ടാവും, അത് ഡീഗ്രേഡ് ആവുമ്പോൾ. അപ്പോൾ കരളിൽ വെച്ച് എന്ത് സംഭവിക്കും? ഈ അമോണിയയായി മാറിയ ഇതിനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂട്ടിച്ചേർത്ത് യൂറിയയാക്കി മാറ്റും. അപ്പോൾ രക്തത്തിലുള്ള അമോണിയയെ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? കരളാണ്. എന്നിട്ട് ഇത് കരൾ എന്ത് ചെയ്യും? അതിനെ പിന്നെയും രക്തത്തിലേക്ക് തന്നെ ഇറക്കി വിടും. ഈ രക്തം എങ്ങോട്ട് പോകും? വൃക്കകളിലേക്ക്, നമ്മുടെ കിഡ്നികളിലേക്ക് പോയിട്ട് കിഡ്നികൾ എന്ത് ചെയ്യും? ഈ യൂറിയ അരിച്ചു മാറ്റി എന്താണ്? പുറത്തേക്ക് കളയും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹെപ്പാരിൻ ആണ്. ഹെപ്പാരിൻ എന്തായിരുന്നു? ഹെപ്പാരിൻ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഹെപ്പാരിൻ ചെയ്യുന്നത്? ഹെപ്പാരിന് നമ്മുടെ ശരീരത്തില് എന്താണ്? രക്തം കട്ട പിടിക്കാതെ സഹായിക്കുന്ന കെമിക്കലാണ് എന്ത്? ഹെപ്പാരിൻ. ഈ ഹെപ്പാരിൻ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കരളിലാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ രക്തത്തിലെ പ്ലാസ്മ പ്രോട്ടീനുകളാണ്. ഏതൊക്കെയായിരുന്നവ? ആൽബുമിൻ, ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ. അപ്പോൾ ഇതെല്ലാം നിർമ്മിക്കുന്ന എവിടെ തന്നെയാണ്? അതും കരളിൽ തന്നെയാണ് നിർമ്മിക്കപ്പെടുന്നത്. നമ്മുടെ രക്തസമ്മർദ്ദം, അതായത് BP കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. അപ്പോൾ ഗ്ലോബുലിൻ എന്താണ് ചെയ്യുന്നത്? ഗ്ലോബുലിൻ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്താണ്? ഫൈബ്രിനോജൻ നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഇനി നമുക്ക് കരളില് എന്തൊക്കെ വൈറ്റമിൻസ് സംഭരിച്ചു വെക്കുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കരളില് മെയിനായിട്ട് സംഭരിച്ചു വെക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്താണ്? എന്തിനാണ് വൈറ്റമിൻ എ നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ കാഴ്ചശക്തിയും എല്ലാം കറക്റ്റായിട്ട് നിലനിർത്തി പോകാനാണ് നമ്മുടെ വൈറ്റമിൻ എ സഹായിക്കുന്നത്. അപ്പൊ ഈ വൈറ്റമിൻ എ എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മുടെ
കരളിലാണ് കേട്ടോ. കരളിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തില് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ നിന്ന് കിട്ടുന്ന, നമ്മുടെ ഫുഡിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പ്, അതായത് അയൺ സംഭരിച്ച് വെക്കുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ കരളിൽ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൊഴുപ്പ് അതായത് ഫാറ്റും ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ സംഭരിച്ച് വെക്കുന്നത് ഏത് അവയവത്തിൽ തന്നെയാണ്? നമ്മുടെ കരളിലാണ് കേട്ടോ, ലിവറിലാണ്. ഇനി നമുക്ക് കരളിനെ ബാധിക്കാവുന്ന അസുഖങ്ങളെ കുറിച്ച് നോക്കാം. ജീവിതശൈലി രോഗങ്ങളിൽ PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സിറോസിസ്, ലിവർ സിറോസിസ്. അപ്പോൾ ഈ ലിവർ സിറോസിസ് ആരിലാണ് വരുന്നത്? അമിതമായി മദ്യപിക്കുന്നവരിലാണ് ലിവർ സിറോസിസ് വരുന്നത്. മദ്യത്തിന്റെ അമിതമായ ഉപയോഗം മൂലം കരളിനെ ബാധിക്കുന്ന രോഗമാണ് ലിവർ സിറോസിസ്. മദ്യം പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ് കേട്ടോ, സെറിബെല്ലം. മദ്യത്തിന്റെ അമിത ഉപയോഗം മൂലം കരളിനെ ബാധിക്കുന്ന അസുഖം എന്താണ്? ലിവർ സിറോസിസ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഒരു അണുബാധ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. ഇനി നമുക്ക് വൃക്കകളെ കുറിച്ച് നോക്കാം. അപ്പോൾ വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് എന്ത്? റീനൽ എന്ന് പറയുന്നത്. റീനൽ. നമ്മൾ നേരത്തെ കരളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഹെപ്പാറ്റിക് എന്ന വാക്ക് കാണുമ്പോൾ നമ്മൾ കരളിനെ കുറിച്ച് ഓർക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ റീനൽ എന്ന് പറയുന്നത് എന്താണ്? വൃക്കകളെ സംബന്ധിച്ച ഉള്ള എന്തും റീനൽ എന്നാണ് പറയുന്നത്. വൃക്കകളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്താണ്? നെഫ്രോളജി എന്നാണ് കേട്ടോ. നെഫ്രോളജി എന്നാണ് വൃക്കകളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര്. മനുഷ്യ ശരീരത്തിലെ ഫിൽറ്റർ, അതായത് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവവും ഏത് തന്നെയാണ്? വൃക്കയാണ്. വൃക്കയുടെ ആകൃതി എന്താണ്? പയറുവിത്തിന്റെ ആകൃതിയാണ് കേട്ടോ. പയറുവിത്തിന്റെ ആകൃതിയാണ് വൃക്കയ്ക്ക്. വൃക്കയ്ക്ക് എത്ര ഭാഗമുണ്ട്? വൃക്കയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഔട്ടർ കോർട്ടക്സും ഇന്നർ മെഡുലയായിട്ട് നമുക്ക് തിരിക്കാം. വൃക്കകളുടെ അടിസ്ഥാന ഘടകം എന്താണ്? വൃക്കകളുടെ അടിസ്ഥാന ഘടകം നെഫ്രോൺ ആണ് കേട്ടോ. ഓരോ വൃക്കയിലും 12 ലക്ഷത്തിലോളം നെഫ്രോണുകളുണ്ട് കേട്ടോ. 12 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട് ഓരോ വൃക്കയിലും. നെഫ്രോണിന്റെ കപ്പ ആകൃതിയിലുള്ള ഭാഗം ഏതാണ്? കപ്പ ആകൃതിയിലുള്ള ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും കേട്ടോ. ബോമാൻസ് ക്യാപ്സ്യൂൾ. അവിടെ വെച്ചാണ് നമ്മുടെ രക്തത്തിന്റെ ശുദ്ധീകരണം, അതായത് അരിച്ചുമാറ്റലൊക്കെ നടക്കുന്നത് ആ ബോമാൻസ് ക്യാപ്സ്യൂളിലാണ്. രക്തം ശുദ്ധീകരിക്കാനായിട്ട് വൃക്കയിലേക്ക് കൊണ്ടുവരുന്ന ആർട്ടറിയുടെ പേരെന്താണ്? റീനൽ ആർട്ടറി കേട്ടോ. റീനൽ ആർട്ടറി അഥവാ വൃക്കാധമനി. ഈ ശുദ്ധീകരിച്ച രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? റീനൽ വെയിൻ, അതായത് വൃക്കാസിര. അപ്പോൾ ഈ വൃക്കാസിരയാണ് എന്ത്? ശുദ്ധീകരിച്ച രക്തം വൃക്കയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ രക്തം ശുദ്ധീകരിക്കാൻ കൊണ്ടുവരുന്നത് വൃക്കാധമനി, അതായത് റീനൽ ആർട്ടറി. ശുദ്ധീകരിച്ച ശേഷം കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ, അതായത് വൃക്കാസിര. അപ്പോൾ നേരത്തെ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സിരകളുണ്ട്, ധമനികളുണ്ട്, പിന്നെന്താണ്? ലോമികകളുണ്ട് അല്ലെ. ലോമികകൾ, അതായത് സിരകളെയും ധമനികളെയും തമ്മിൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന ആ ഒരു ചെറിയ നാളികകളാണ് എന്ത്? ഈ ലോമികകൾ. അപ്പോൾ നമ്മുടെ ബോമാൻസ് ക്യാപ്സൂളിനകത്ത് ഈ ലോമികകളുടെ ഒരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കാണ് എന്ത്? ഗ്ലോമറുലസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഗ്ലോമറുലസ്. ഇനി നമുക്ക് വൃക്കയിൽ വരുന്ന അസുഖങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് ഈ വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടുന്ന ഒരു അസുഖമുണ്ട്, കേട്ടുണ്ടാവില്ല കല്ലുകൾ. ആ കല്ലുകൾ എന്താണ് ശരിക്കും? കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയും കേട്ടോ. കാൽസ്യം ഓക്സലേറ്റിന്റെ ക്രിസ്റ്റൽസ് ആണ് ഈ കല്ലുകൾ. നമ്മുടെ വൃക്കകൾ രണ്ടും കറക്റ്റായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോൾ വരുന്ന ഒരു അസുഖമാണ് യുറീമിയ. എന്താണ് യുറീമിയ? രക്തത്തിലെ യൂറിയെ അരിച്ചു മാറ്റാൻ കഴിയാതെ ശരീരത്തിലെ രക്തത്തില് കൂടുതൽ അളവിൽ ഈ യൂറിയ കാണപ്പെടും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് യുറീമിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വൃക്കകള് പ്രവർത്തനക്ഷമമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ രക്തത്തില് യൂറിയയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് യുറീമിയ. വൃക്കകളിൽ ബാക്ടീരിയ മുതലായ അണുക്കളും കാരണം ഉണ്ടാവുന്ന വീക്കമാണ് എന്ത്? നെഫ്രൈറ്റിസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. നെഫ്രൈറ്റിസ്. മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ട അവയവം വൃക്കയാണ് കേട്ടോ. ആദ്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ട ഓർഗൻ വൃക്കയാണ്, കിഡ്നിയാണ്. അപ്പോൾ നമ്മൾ വൃക്കകളിൽ കല്ലുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അവസ്ഥയിൽ ഭയങ്കരമായ ഒരു വേദനയായിട്ട് വരും. നമുക്കൊരു അബ്ഡോമിനൽ പെയിൻ പോലെ തോന്നും. ആ ഒരു വേദനയുടെ അവസ്ഥയാണ് റീനൽ കോലിക് എന്ന് പറയുന്നത് കേട്ടോ. റീനൽ കോലിക്, അതായത് ഈ കിഡ്നി സ്റ്റോൺ കാരണം ഉള്ള വേദനയാണ് റീനൽ കോലിക്. ചില അവസ്ഥകളിൽ വൃക്കകൾ രക്തവും ജലവും കൂടെ സെപ്പറേറ്റ് ആക്കുന്നതിന് പകരം രക്തം കൂടെ ഈ ജലത്തിനൊപ്പം
എന്താണ് എക്സ്പെൽ ചെയ്യും ശരീരത്തിൽ നിന്ന്. അപ്പോൾ ഈ ബ്ലഡും കൂടെ യൂറിന്റെ കൂടെ പുറത്തു പോകുന്ന ആ ഒരു അവസ്ഥയാണ് എന്ത്? ഹിമറ്റൂറിയ എന്ന് പറയും കേട്ടോ. ഹിമറ്റൂറിയ, രക്തം കൂടെ മൂത്രത്തിന്റെ കൂടെ പുറന്തള്ളുന്ന അവസ്ഥയാണ് ഹിമറ്റൂറിയ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഈ പെയിൻഫുൾ ആയിട്ടുള്ള യൂറിനേഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ആ പെയിൻഫുൾ ആയിട്ടുള്ള യൂറിനേഷൻ നടക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഡൈസൂറിയ എന്നറിയപ്പെടുന്നത് കേട്ടോ, ഡൈസൂറിയ. അപ്പോൾ നമ്മൾ കരളിന്റെയും വൃക്കയുടെയും കുറച്ച് കുറച്ച് GK ആണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.